അടുത്തത് നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് എൻ്റർ ചെയ്യാം. ലിക്വിഡ് സ്റ്റേറ്റിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ്യാസ് മോളിക്യൂൾസിനേക്കാളും അതിന്റെ കൈനറ്റിക് എനർജി എന്താണ്? കുറവാണ്. മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കുറവാണ്. പക്ഷെ സോളിഡ്സിനേക്കാളും നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഫ്രീഡം ഓഫ് മൂവ്മെന്റ് സോളിഡ് സ്റ്റേറ്റിനേക്കാൾ കൂടുതലാണ്, ഗ്യാസിനേക്കാൾ കുറവാണ്. ഇന്റർ അറ്റോമിക് അട്രാക്റ്റീവ് ഫോഴ്സോ സോളിഡിനേക്കാൾ കുറവാണ്, ഗ്യാസിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ടേം ആണ് ഇവോപ്പറേഷൻ. ഇവോപ്പറേഷൻ ബാഷ്പീകരണം എന്നാണ് നോക്കാം. ഏതെങ്കിലും ഒരു ലിക്വിഡ് എടുക്കാം, ഏതെങ്കിലും ഒരു ലിക്വിഡ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വാട്ടർ എടുക്കും. ഒരു പാത്രത്തിൽ ഞാൻ വാട്ടർ എടുക്കും. ഇത് വാട്ടറിന്റെ സർഫസ്. ഇതിൽ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഉള്ളിലുണ്ട്, സർഫസിലുണ്ട്, ഇഷ്ടംപോലെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഈ ഉള്ളിലുള്ള വാട്ടർ മോളിക്യൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ചുറ്റുഭാഗത്ത് നിന്ന് ഒരു വാട്ടർ മോളിക്യൂളിന്റെ ചുറ്റിന് ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ, അപ്പൊ ഈ ഒരു വാട്ടർ മോളിക്യൂളിനെ ചുറ്റുപാടുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യും. അതേസമയം സർഫസിലുള്ള വാട്ടർ മോളിക്യൂളിനെ മുകളിൽ നിന്ന് അട്രാക്ട് ചെയ്യാനും മോളിക്യൂൾസ് ഇല്ല. അപ്പൊ സർഫസിലുള്ള മോളിക്യൂൾസിന്റെ മുകളിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്നറിലുള്ള പാർട്ടിക്കിൾസിനേക്കാളും സർഫസിലുള്ള പാർട്ടിക്കിൾസിന് എനർജി കൂടുതലാണ്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൂടുതലാണ്, കൈനറ്റിക് എനർജി കൂടുതലാണ്. ദാറ്റ് മീൻസ് എനർജി കൂടുതലാണ്. സോ സർഫസിലെ മോളിക്യൂൾസ് എനർജറ്റിക് ആണ്. ഓക്കെ, അത് മാത്രമല്ല ഈ സർഫസിലെ മോളിക്യൂൾസ് ആണ് എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. പുറത്തുള്ള അന്തരീക്ഷവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത്, ഔട്ടർ എൻവയോൺമെന്റുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് ഈ സർഫസിലുള്ള മോളിക്യൂൾസ് ആണ്, ഉള്ളിലുള്ളവരല്ല. അപ്പൊ എന്താവും അറിയേണ്ടത്, ഈ സർഫസിലുള്ള മോളിക്യൂൾസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഓൾറെഡി അവർ എനർജറ്റിക് ആണ്. പുറത്തു നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നുകൂടി എനർജറ്റിക് ആവും, അവരുടെ കൈനറ്റിക് എനർജി കൂടും. അങ്ങനെ കൈനറ്റിക് എനർജി കൂടിയ സർഫസിലുള്ള മോളിക്യൂൾസ് എന്താവുന്നതിൽ പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യും. അതായത് ലിക്വിഡ് സർഫസ് വിട്ടിട്ട് അവര് പുറത്തോട്ട് പോകും. ലിക്വിഡ് സർഫസ് വിട്ടോ അവർ പുറത്തോട്ട് പോവാണ്. എന്താ പുറത്തോട്ട് പോകുന്ന സ്ഥലമുണ്ട്, ഇഷ്ടമാതിരി സ്പേസ് ഉണ്ട്. ആ കിട്ടുന്ന സ്പേസിലേക്ക് അവർ എസ്കേപ്പ് ചെയ്യുന്നു. സപ്പോസ് ഈ പാർട്ട് മൂടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതെന്തായി, ഈ മുകളിലുള്ള ഭാഗം അതെന്താണ്, അത് എംപ്റ്റിയാണ്. അവിടെ എസ്കേപ്പ് ചെയ്യുന്നു. എന്തുകൊണ്ട് എസ്കേപ്പ് ചെയ്തു? ഗ്യാസ് എന്താ പറയാ, കൈനറ്റിക് എനർജി കൂടിയത് കൊണ്ട്. അങ്ങനെ കൈനറ്റിക് എനർജി കൂടിയ മോളിക്യൂൾസ് ആയിട്ട് അവർ ഇതിന്റെ മുകളിൽ എക്സിസ്റ്റ് ചെയ്യും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ പോകുന്നതായ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മോളിക്യൂൾസ് ഗ്യാസ് മോളിക്യൂൾസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ഫിനോമിനൻ സംഭവിച്ചു. എന്താണ് ആ ഫിനോമിനൻ സംഭവിച്ചത്? എസ്കേപ്പിംഗ് ഓഫ് ലിക്വിഡ് മോളിക്യൂൾസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു ഗേഷ്യസ് സ്റ്റേറ്റ്. ലിക്വിഡ് മോളിക്യൂൾസ് ലിക്വിഡ് സ്റ്റേറ്റ് വിട്ടിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് പോയി. ആരുടെയെങ്കിലും സഹായം കൊണ്ടാണോ അത് പോയത്? അല്ല, തനിയെ സ്വയമേ നടന്ന പ്രോസസ്സാണ്. ഓക്കെ, അങ്ങനെയുള്ള പ്രോസസ്സിന്റെ പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. അപ്പൊ ഇവിടെ സംഭവിച്ചത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. അപ്പൊ സാധാരണ മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം ഒഴുകുന്നു, അത് സ്പോണ്ടേനിയസ് ആണ്. ആരുടെയെങ്കിലും സഹായം വേണോ? വേണ്ട. അതേസമയം താഴെ നിന്ന് മുകളിലോട്ട് വെള്ളം ഒഴുകാനോ ഒരു പമ്പിന്റെ സഹായം വേണം. അത് സ്പോണ്ടേനിയസ് അല്ല, നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒന്നിന്റെയും സഹായം വേണ്ട. ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, വാട്ടർ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ ലിക്വിഡ് സർഫസിൽ നിന്നും മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ഇങ്ങനെ പോകുന്ന ഈ പ്രോസസ്സിന്റെ പേരാണ് ഇവോപ്പറേഷൻ.
So how will you define what is evaporation? It is the phenomenon of, it is a spontaneous process in which liquid molecules leave from liquid state to gaseous state. ഇതെപ്പോഴാണ് സംഭവിക്കുക? എപ്പോഴും സംഭവിക്കാം. വളരെ ചെറിയ ടെമ്പറേച്ചറിലോ സംഭവിക്കും, വളരെ വലിയ ടെമ്പറേച്ചറിലോ സംഭവിക്കും. പുറത്തുള്ള ടെമ്പറേച്ചർ ഒരുപാട് കൂടുതലാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യും. പുറത്ത് നല്ല ചൂടുണ്ടെങ്കിൽ ഇവാപറേഷൻ പെട്ടെന്ന് നടക്കുമെന്ന്. അതേസമയം പുറത്ത് കുറച്ച് ടെമ്പറേച്ചറേ ഉള്ളൂ, പുറത്ത് വലിയ ടെമ്പറേച്ചർ ഒന്നുമില്ല, തണുപ്പാണ് എങ്കിൽ ഈ എസ്കേപ്പിംഗ് പ്രോസസ്സിന്റെ സ്പീഡ് കുറച്ച് കുറവായിരിക്കും മാത്രം, പക്ഷെ സംഭവിക്കും. ദാറ്റ് മീൻസ് ഇവാപറേഷൻ ഈസ് എ ഫിനോമിനൻ which takes place at any temperature. ഏത് ടെമ്പറേച്ചറിലും സംഭവിക്കും. ഓക്കെ, സോ എന്താണ് ഇവാപറേഷൻ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? എന്താണ്? ഇറ്റ് ഈസ് ദി സ്പോണ്ടേനിയസ് കൺവേർഷൻ ഓഫ് ലിക്വിഡ് മോളിക്യൂൾസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു ഗേഷ്യസ് സ്റ്റേറ്റ്. ഇപ്പൊ ഇവിടെ സംഭവിച്ച കാര്യത്തിനായില്ലേ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ H2O അത് ലിക്വിഡ് സ്റ്റേറ്റിലുണ്ടായി, ഞാൻ വെള്ളമാണ് എടുക്കുന്നത്, അതെന്തായി? H2O തന്നെ വേറെ ഫിസിക്കലി മാറ്റൊന്നും സംഭവിച്ചിട്ടില്ല. എന്ത് മാറ്റമേ സംഭവിച്ചിട്ടുള്ളൂ? സ്റ്റേറ്റ് മാറിയിട്ടും ഗ്യാസ് ആയിട്ട് മാറി. ഇങ്ങനെ ഗ്യാസ് സ്റ്റേറ്റിലുള്ള ലിക്വിഡ് മോളിക്യൂൾസ് ഇല്ലേ, അതിന്റെ പേരാണ് വേപ്പർ. അത് താഴെ വാട്ടർ ആണെങ്കിൽ മുകളിലുള്ളത് വാട്ടർ വേപ്പർ എന്ന് പറയും, ജലബാഷ്പം. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇവാപറേഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇവാപറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഉള്ളവരെ? എന്തിനറിയാവോ? ഇവാപറേഷൻ causes cooling. Why? ബാഷ്പീകരണം സംഭവിച്ചാൽ തണുപ്പ് അനുഭവപ്പെടും. എന്തുകൊണ്ട്? രണ്ട് രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. ഏത് രീതിക്ക് വേണമെങ്കിലും എക്സാമിന് എഴുതാം. ഇപ്പോൾ വിയർക്കുന്ന സമയത്ത് നമുക്ക് തണുപ്പ് അനുഭവപ്പെടും, അല്ല വിയർപ്പ് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് തണുപ്പ് അനുഭവപ്പെടും. എന്തേ? അതിവിടെ ഇതിലെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, സ്പിരിറ്റ് എടുത്തു കയ്യിൽ വെച്ചു, കുറച്ച് കഴിയുമ്പോൾ സ്പിരിറ്റ് ആവിയായി പോകും. ആ സമയത്ത് നമുക്ക് ഉണ്ടാവും ഇവാപറേഷൻ, തണുപ്പ് അനുഭവപ്പെടും. എന്തേ? ഇവാപറേഷൻ സംഭവിക്കുന്നത് ആർക്കാണ്? സർഫസിലെ മോളിക്യൂൾസിനാണ്. ഇപ്പോൾ നോക്കണം, ഇവാപറേഷൻ നടക്കുന്നത് ലിക്വിഡിന്റെ സർഫസിൽ നിന്നാണ്. സർഫസിലെ മോളിക്യൂൾസ് പോയി, സർഫസിലെ മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്ത് പോയി. അപ്പൊ ഇതെല്ലാം സർഫസിലെ മോളിക്യൂൾസിന് വേണ്ടി അവരെല്ലാം എസ്കേപ്പ് ചെയ്താൽ പിന്നെ സർഫസ് ഏതായില്ല, പിന്നെ പോകുന്നത് ഇവിടെ നിന്നാണ്. അല്ലാതെ ഇവിടുന്നേ ഒരാൾ ഇങ്ങനെ പുറത്തേക്ക് പോകില്ല, അത് ഈ ഭാഗത്തുനിന്നേ പോകില്ല. ഇവാപറേഷൻ ഓൾവേസ് ടേക്സ് പ്ലേസ് അറ്റ് ദി സർഫസ് ഓഫ് ദി ലിക്വിഡ്. കാരണം അവിടെയാണ് എനർജറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉള്ളത്. അപ്പൊ ഇവാപറേഷനിൽ എന്താ സംഭവിച്ചത്? എനർജറ്റിക് ആയിട്ടുള്ള കൈനറ്റിക് എനർജി കൂടിയ മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്യുമല്ലോ. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി ഉണ്ടാവും, ടോട്ടൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, ടോട്ടൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, കുറയും. കാരണം എനർജി കൂടിയവരെല്ലാം പോയി. ഇനി ബാക്കിയുള്ളവരുടെ കൈനറ്റിക് എനർജി കൂട്ടിയാലോ കുറവാണ്. ആവറേജ് കൈനറ്റിക് എനർജിയോ അതും കുറയും. ആവറേജ് കൈനറ്റിക് എനർജിക്ക് പറഞ്ഞ പേരെന്താ? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുന്നതിനാണ് എന്ത് പറയുന്നത്? കൂളിംഗ്. എന്താ സംഭവിക്കുന്നത്? ഡ്യൂറിംഗ് ഇവാപറേഷൻ the high energetic molecules escape from the liquid surface. As a result, total kinetic energy of the system and hence the average kinetic energy of the molecule decreases. That means temperature of the system decreases. That means evaporation causes cooling. Okay, total kinetic energy average kinetic energy കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതൊരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഒന്നെങ്കിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ എന്താ അറിയാവാം, എന്തായാലും ഇവാപറേഷൻ സംഭവിക്കണമെങ്കിൽ ഈ സർഫസിലുള്ള മോളിക്യൂൾസിനെ എസ്കേപ്പ് ചെയ്യാൻ എനർജി വേണം. അതെവിടെ നിന്നാ കിട്ടുക? അല്ല, സറൗണ്ടിങ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നല്ലേ ഞാൻ പറഞ്ഞത്. തൊട്ടടുത്ത അറ്റ്മോസ്ഫിയറിനെ തൊട്ടടുത്ത സറൗണ്ടിങ്സിൽ നിന്നാണ് അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുക.
അപ്പം ഞാൻ കയ്യിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വിയർപ്പുണ്ടെന്ന് വിചാരിക്കുക, ഈ വിയർപ്പ് തുള്ളികൾ എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ നിന്നാണ്, എൻ്റെ സ്കിന്നിൽ നിന്നാണ്. അപ്പം എൻ്റെ സ്കിന്നിൻ്റെ എന്താ പറയുക, ഹീറ്റ് കണ്ടന്റ് കുറയും, അതായത് ടെമ്പറേച്ചർ കുറയും. ഹീറ്റ് കുറയുന്നതിനാണല്ലോ തണുക്കുക എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവാപറേഷൻ ക്ലിയർ ആയി. ഇവാപറേഷൻ ക്ലിയർ ആയി. ഇവാപറേഷൻ കോസ് കൂളിംഗ് എന്തുകൊണ്ടാണ് എന്നും ക്ലിയർ ആയി. ഇനി ഇത് ഏത് ലിക്വിഡ് ആണെങ്കിലും എന്താണ്, ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ചിലർക്ക് വളരെ കുറവാണ്, ചിലർക്ക് കൂടുതലാണ്. ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാനുള്ള, അതായത് ഇവോപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ലിക്വിഡിന്റെ ടെൻഡൻസി, പ്രവണത, the tendency of a liquid to evaporate is called volatility. Volatility. So what is meant by volatility? It is the tendency of a liquid to evaporate, or it is the tendency of a liquid molecule to escape from the liquid surface to gaseous state. അത് ആക്ച്വലി എല്ലാവർക്കും ഒരുപോലെയല്ല. വെള്ളവും പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ പെട്രോൾ പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്യും, വെള്ളം മെല്ലെ ഇവോപ്പറേറ്റ് ചെയ്യും. ഇനി വെള്ളവും തേനും എടുത്തു കഴിഞ്ഞാലോ വെള്ളം പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്യും. വെള്ളം പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ പെട്രോൾ പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്യും, വെള്ളം മെല്ലെ ഇവോപ്പറേറ്റ് ചെയ്യുള്ളൂ. വെള്ളവും പിന്നെ തേനും എടുത്തു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഇവോപ്പറേറ്റ് ചെയ്യും, തേനും മെല്ലെ ഇവോപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഈ വോളറ്റിലിറ്റി എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്ത് പറഞ്ഞ പേരാണ്. ഓക്കെ, അപ്പൊ വെള്ളവും പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും പെട്രോൾ ഈസ് ഹൈലി വോളറ്റൈൽ, ഇറ്റ്സ് വോളറ്റിലിറ്റി ഈസ് ഹൈ. ഓക്കെ, അതേസമയം വെള്ളത്തിന്റെ വോളറ്റിലിറ്റി കുറവാണ് കമ്പയർഡ് ടു പെട്രോൾ. കമ്പയർഡ് ടു ഹണി, ദി വോളറ്റിലിറ്റി ഓഫ് വാട്ടർ ഈസ് ഹൈ. ഓക്കെ, അവിടെ നമ്മൾ പറയും വെള്ളം ഹൈലി വോളറ്റൈൽ ആണെന്ന് പറയും, ഹണി ഈസ് ലെസ് വോളറ്റൈൽ. ഓക്കെ, അപ്പോൾ വോളറ്റിലിറ്റി ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത്, ഇനി വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ രണ്ട് ടേമാണ് ഇവോപ്പറേഷൻ വോളറ്റിലിറ്റി. അടുത്തത് ഞാൻ ഈ പാത്രം അടിച്ചു വെച്ചെന്ന് വിചാരിക്കണം. നമ്മൾ നേരത്തെ പാത്രം ഉണ്ടല്ലോ, പാത്രത്തിൽ വെള്ളമുണ്ട്, വെള്ളം കാണിക്കണം. ഈ പാത്രം ഞാൻ അടച്ചു വെച്ചു. അപ്പൊ എന്താ സംഭവിക്കും? ഇതിന്റെ സർഫസിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് വരുന്ന ലിക്വിഡ് മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്തതിന്റെ പേരെന്തായി? വാട്ടർ വേപ്പർ. അതെവിടെ ഉണ്ടാവും? അതിവിടെ ഉണ്ടാവും. അത് ഏത് സ്റ്റേറ്റിലാണ്? അത് ഗ്യാസ് സ്റ്റേറ്റിലാണ്. ഗ്യാസ് സ്റ്റേറ്റിലുള്ള മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്താ? അവർ റാൻഡം മോഷനിലാണ്. അതായത് ഈ ഗ്യാസ് മോളിക്യൂൾസ്, വേപ്പർ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുമ്പോൾ എന്താവുന്ന അറിയാവോ? തീർച്ചയായും ആ ഗ്യാസ് മോളിക്യൂൾസ്, വേപ്പർ മോളിക്യൂൾസ് ലിക്വിഡിന്റെ സർഫസിൽ വന്നിട്ട് ഇരിക്കാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പൊ എന്താണെന്ന് അറിയാവോ? ലിക്വിഡിന്റെ സർഫസിൽ വന്നിട്ട് ഇരിക്കുന്ന വേപ്പർ മോളിക്യൂളിനെ ലിക്വിഡിന്റെ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾ ഉണ്ടല്ലോ, ഇടിക്കുന്ന വേപ്പർ മോളിക്യൂളിന്റെ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾ പിടിച്ചു. ഇത് ഗ്യാസ് മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക, വേപ്പർ മോളിക്യൂൾ. ഇത് ലിക്വിഡ് മോളിക്യൂൾ. ഇടിക്കുമ്പോൾ ഒറ്റടി പിടിച്ചിട്ട് താഴെ പിടിക്കും. ദാറ്റ് മീൻസ് വേപ്പർ വീണ്ടും ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് വരും. ഇതും ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് തന്നെയാണ്. എന്തായാലും ഇത് സംഭവിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? സ്പോണ്ടേനിയസ് കൺവേർഷൻ ഓഫ് വേപ്പർ മോളിക്യൂൾ ഫ്രം gaseous state to liquid state, and that process is called condensation. സാന്ദ്രണം. ഓക്കെ, അപ്പൊ എന്താണ് ഇവോപ്പറേഷൻ? താഴ്ന്ന് മുകളിലോട്ട് പോകുന്ന പ്രോസസ്, മറ്റേതോ മുകളിൽ താഴോട്ട് വരുന്ന പ്രോസസ്. സോ ലിക്വിഡ് ഗ്യാസ് ആവുന്നത്, ലിക്വിഡ് വേപ്പർ ആവുന്നത് ഇവോപ്പറേഷൻ, വേപ്പർ ലിക്വിഡ് ആവുന്നത് കണ്ടൻസേഷൻ. അപ്പൊ ഇവിടെ രണ്ട് നടക്കുന്നുണ്ട്. അതായത് H2O H2O ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. H2O ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇതാണ് ഇവോപ്പറേഷൻ. അതേ സമയം
തിരിച്ചിട്ടുണ്ടാവും H2O ലിക്വിഡ് ആയിട്ട് മാറുന്ന ഈ പ്രോസസ്സാണ് കണ്ടൻസേഷൻ. That means evaporation and condensation are a reversible process. Evaporation നടന്നാൽ കണ്ടൻസേഷൻ എന്തായിട്ടും ഉണ്ടാകും. അപ്പൊ അവിടെ നേരിട്ടോ ഒരു പാത്രത്തിൽ വെള്ളം എടുത്താൽ ആദ്യം ഇവാപറേഷൻ നടക്കും. തുടക്കത്തിൽ ഇവാപറേഷൻ നല്ലോണം നടക്കും. നോക്കടാ, തുടക്കത്തിൽ ഇവാപറേഷൻ നല്ലോണം നടക്കും. പിന്നെന്താ, മുകളിൽ വേപ്പറിന്റെ എണ്ണം കൂടിക്കൊണ്ട് വരുമ്പോൾ സംഭവിക്കും, അത് താഴോട്ട് വരാം കേട്ടോ. അതായത് പിന്നെ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ആ റിയാക്ഷനിൽ ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ, ഇതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ഇതാണ് പുരോപ്രവർത്തനം, ഇതാണ് പശ്ചാത്പ്രവർത്തനം. ഓക്കെ, ഇത് ഫോർവേഡ് റിയാക്ഷൻ, ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ. തുടക്കത്തിൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടുതലാണ്. ഇവാപറേഷൻ മുകളിൽ മോളിക്യൂൾസിന്റെ എണ്ണം കൂടിക്കൊണ്ട് വരും. കണ്ടൻസേഷൻ കുറവാണ്, കാരണം തുടക്കത്തിൽ അവിടെ എന്തില്ല, മോളിക്യൂൾസ് ഇല്ല, കുറവാണ്. പിന്നെന്താ, ഇവിടെ മോളിക്യൂൾസിന്റെ എണ്ണം കൂടുന്തോറും താഴോട്ടുള്ള കണ്ടൻസേഷൻ കൂടിക്കൊണ്ട് വരും. അവസാനം ഇവാപറേഷന്റെ റേറ്റും കണ്ടൻസേഷന്റെ റേറ്റും ഈക്വൽ ആവും. ഇത് കൂടിക്കോ, ഇത് കൂടി, ഇത് കുറവായിരുന്നു തുടക്കത്തിൽ. പിന്നെന്തായി, ഇത് കൂടിക്കൊണ്ട് വരും. എന്തേ, മോളിക്യൂൾസിന്റെ എണ്ണം കൂടുകയാണല്ലോ. അങ്ങനെ അവസാനം at last the rate of evaporation become equal to the rate of condensation. ആ സമയത്ത് ഈ മുകളിൽ രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ഈക്വൽ ആയാൽ നമ്മൾ എന്ത് പറയും? The system is in equilibrium. സിസ്റ്റം സന്തുലനാവസ്ഥയിലെത്തി. സന്തുലനാവസ്ഥയ്ക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ പേരാണ് equilibrium. The system is in equilibrium. അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതും ഒരേ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സ്പീഡിൽ നടക്കാൻ തുടങ്ങിയാൽ മുകളിലോട്ടും താഴെ ഒരേപോലെ പോകുന്ന ആ സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഈ വേപ്പർ ഉണ്ടല്ലോ, വാട്ടർ വേപ്പർ, ഇതിന്റെ ലിക്വിഡ് സർഫസിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, ആ പ്രഷറിന്റെ പേരാണ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ. ഇതാണ് നമ്മൾ പുതിയ ടേം. എന്താണ് വേപ്പർ പ്രഷർ? കണ്ടൻസേഷന്റെയും എവാപറേഷന്റെയും റേറ്റ് ഈക്വൽ ആകുമ്പോൾ വേപ്പർ മോളിക്യൂൾസ് ലിക്വിഡിന്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. അപ്പൊ അതിന്റെ മുമ്പല്ല വന്നിരിക്കുന്നില്ലേ, വേപ്പർ വന്നിരിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷെ ആ സമയത്തുള്ള പ്രഷർ ഒന്നും വേപ്പർ പ്രഷർ എന്ന് പറയില്ല. എപ്പോഴാണ് വേപ്പർ പ്രഷർ എന്ന് പറയുക? സിസ്റ്റം ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. ഓക്കെ അല്ലേ? പൊന്നുമക്കൾക്ക് ഡൗട്ട് ഇല്ലല്ലോ, സംശയമില്ലല്ലോ. ഇനി ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തത് പറയാം. അപ്പൊ എന്താണ് ഇവാപറേഷൻ? സ്പോണ്ടേനിയസ് കൺവേർഷൻ ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു ഗ്യാസിയസ് സ്റ്റേറ്റ്. ഓക്കെ, പിന്നെയോ ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് വോളറ്റിലിറ്റി. ഓക്കെ, പിന്നെയോ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് കണ്ടൻസേഷൻ. ഇനിയോ ഈ ഇവാപറേഷൻ കണ്ടൻസേഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. ഇനി ഈ വേപ്പർ പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, പഠിക്കുന്നോട്ടെ, ഇതെന്താ അത്ര ഇമ്പോർട്ടന്റ് ആണ്. Factors affecting vapor pressure of a liquid. ഒന്നാമത് nature of the liquid. ലിക്വിഡിന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞു പെട്രോൾ വെള്ളം, വെള്ളവും ഇത് വെള്ളം, ഇത് വെള്ളം. ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്, മറ്റേ പാത്രത്തിൽ ഞാൻ ഹണിയുണ്ട്. ഹണി
വേറൊരു പാത്രത്തിൽ ഞാൻ പെട്രോൾ എടുത്തു. മൂന്ന് ഒരേ ക്വാണ്ടിറ്റിയിലാണ് എടുത്തതെന്ന് വിചാരിച്ചോ. ഒരേ ടെമ്പറേച്ചറിലുമാണ്, ഒരേ ടെമ്പറേച്ചറിലും ഒരേ ക്വാണ്ടിറ്റിയിലും ഞാൻ 3 ലിക്വിഡ് എടുത്തു. ഈ 3 എണ്ണത്തിനും മുകളിലോട്ട് എസ്കേപ്പ് ചെയ്തു പോകുന്ന മോളിക്യൂൾസിന്റെ എണ്ണം ഒരുപോലെ ആയിരിക്കോ? ഇതിലുള്ള പെട്രോൾ എത്രയുണ്ട് അത്ര തന്നെ വെള്ളത്തിന് അത്ര തന്നെ ഹണി എടുത്തത്. പക്ഷെ 3നും ഒരുപോലെ മോളിക്യൂൾസ് മുകളിലോട്ട് എസ്കേപ്പ് ചെയ്യോ? ഇല്ല. പെട്രോൾ പെട്ടെന്ന് നടക്കും, പെട്രോൾ ഇവോപ്പറേഷൻ പെട്ടെന്ന് നടന്നിട്ട് മുകളിലോട്ട് ഇഷ്ടംപോലെ മോളിക്യൂൾസ് ഉണ്ട്. അതിനേക്കാൾ കുറച്ച് എവിടെ ഉണ്ടാവും? ഇവിടെ വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടെന്ന് അറിയാവോ? ഏത് ലിക്വിഡ് എടുത്തു കഴിഞ്ഞാലും മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അത് ചില ലിക്വിഡിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കുറച്ച് സ്ട്രോങ് ആയിരിക്കും, ചിലതിൽ വീക്ക് ആയിരിക്കും. ഇവിടെ പെട്രോൾ മോളിക്യൂളുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ വീക്കാണ്. അപ്പൊ മോളിക്യൂൾസ് വളരെ പെട്ടെന്ന് തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ വീക്ക് വെച്ചാൽ അത്രയും ചെറുതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ലിക്വിഡിന്റെ സർഫസിൽ വിട്ടിട്ട് എസ്കേപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് എത്തും. പക്ഷെ അതിനേക്കാൾ കുറച്ച് കൂടുതലാണ് വെള്ളം. അതുകൊണ്ട് തന്നെ ഇവിടെ പെട്രോൾ മോളിക്യൂൾസ് എത്തുന്നുണ്ട്, അത്ര മോളിക്യൂൾസ് ഇവിടെ എത്തൂല. ഇവിടെ 100 വരുന്നുണ്ടെങ്കിൽ ഇവിടെ 80 വരുള്ളൂ. ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ്, ഹണിന്റെ കേസിൽ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. കണ്ടിട്ടില്ല, ഹണി ഒഴുകുന്നത് വളരെ മെല്ലിയാണ്, കാരണം മോളിക്യൂൾസ് അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹണി മോളിക്യൂൾസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും ഇവിടെ. സോ ഏത് ലിക്വിഡിന്റെ കേസിലാണോ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലുള്ളത് അവിടെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. കാരണം വേപ്പറിലേക്ക് എത്തിച്ചേരുന്ന, വേപ്പർ സ്റ്റേറ്റിലേക്ക് വരുന്ന മോളിക്യൂൾസ് കുറവാണ്. കുറച്ച് മോളിക്യൂൾസ് വന്നാൽ കുറച്ച് പേരല്ലേ ഇടിക്കത്തുള്ളൂ. സോ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ ഏത് ലിക്വിഡിലാണോ അവിടെ വേപ്പർ പ്രഷർ കുറവാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് കുറവ് എവിടെയാണോ അവിടെ വേപ്പർ പ്രഷർ കൂടുതലാണ്. ഓക്കെ, അടുത്തത് രണ്ടാം ടെമ്പറേച്ചർ. ഇനി ഇതാ 3 ഡിഫറെന്റ് ലിക്വിഡ് എടുക്കുന്നതിന് പകരം ഒരേ ലിക്വിഡ് ഞാൻ വെള്ളം എടുക്കുന്നു. ഈ വെള്ളത്തിന് ഞാൻ 30 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുന്നു. അപ്പോൾ ഇതിന്റെ സർഫസിൽ നിന്ന് എത്ര മോളിക്യൂൾസ് ആണ് എസ്കേപ്പ് ചെയ്യുന്നത്? അതിനേക്കാൾ കൂടുതൽ മോളിക്യൂൾസ് ഇതിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എസ്കേപ്പ് ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ചൂടാക്കണ്ടേ? ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ എനർജറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കൂടും. എനർജറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് എന്ത് ചെയ്യുന്നത്? മുകളിലോട്ട് എസ്കേപ്പ് ചെയ്യുന്നത്. സോ ടെമ്പറേച്ചർ കൂടുന്തോറും എനർജറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കൂടുന്നു, വേപ്പർ ഫേസിലേക്ക് പോകുന്ന മോളിക്യൂൾസിന്റെ എണ്ണം കൂടുന്നു. അങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ കൂടുന്നു. സോ ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ്, വേപ്പർ പ്രഷർ ഇൻക്രീസസ്. Okay, so these are the two factors affecting the vapor pressure of the liquid. Okay, അപ്പോൾ എന്താണ്? Evaporation, volatility, condensation and the factors affecting the vapor pressure of the liquid. ഇനി ഞാൻ പറഞ്ഞ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ടോപ്പിക് തീരാനായി. ഇതൊരു ലിക്വിഡാണ്. ഈ ലിക്വിഡിനെ സാധാരണ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ്, ചൂടാക്കുന്നൊന്നുമില്ല. ചൂടാക്കുന്നില്ല എങ്കിൽ വേപ്പറൈസേഷൻ സംഭവിക്കും, ഐ മീൻ ഇവാപ്പറേഷൻ സംഭവിക്കുക. തീർച്ചയായിട്ടും സംഭവിക്കും. കാരണം ഇറ്റ് ഈസ് എ ഫിനോമിനൻ which takes place at higher temperature. സോ ഇതിന്റെ മുകളിൽ ഉണ്ടാകും, വേപ്പർ ഉണ്ടാകും, അവര് താഴോട്ട് ഒരു പ്രഷർ അപ്ലൈ ചെയ്യും.
ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ പ്രഷറാണ് എന്ത്? വേപ്പർ പ്രഷർ. ഞാൻ ഇതിനെ ചൂടാക്കുന്നു, ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. ഈ ലിക്വിഡിനെ ഞാൻ ചൂടാക്കുന്നു, ഞാൻ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എനർജറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കൂടും. കൂടുതൽ 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 മോളിക്യൂൾസ് സർഫസ് വിട്ടിട്ട് എല്ലാ സർഫസിലാണ് നടക്കുന്നത്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് ലിക്വിഡിന്റെ അടിഭാഗത്തു നിന്നാണോ നടുഭാഗത്തു നിന്നാണോ സർഫസ് നിന്നാണോ? സർഫസിലാണ്. ഇവാപറേഷൻ എപ്പോഴും സംഭവിക്കുന്നത് സർഫസ് നിന്നാണ്. സോ ഞാൻ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ, ചൂടാക്കുമ്പോൾ, ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടും, എനർജറ്റിക് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കൂടും. More and more molecules escape from the surface to vapor state. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കണം? വേപ്പർ പ്രഷർ കൂടിക്കൊണ്ട് വരും. നേരത്തെ 10 ആളുണ്ടായി, 20 ആളാവും, 30 ആളാവും, 50 ആളാവും, 100 ആളാവും. അപ്പൊ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ താഴോട്ടുള്ള അടി കൂടും, ഫോഴ്സ് കൂടും, പ്രഷർ കൂടും. So as the temperature increases, vapor pressure increases. അങ്ങനെ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്ത് എപ്പോഴാണോ വേപ്പർ പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ ഈക്വൽ ആകുന്നത്? എന്ത്? വേപ്പർ പ്രഷർ ഈക്വൽ ടു എക്സ്റ്റേണൽ പ്രഷർ, പുറത്തുള്ള പ്രഷറിന് ഈക്വൽ ആകുമ്പോൾ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആകുമ്പോൾ evaporation will take place, the conversion of liquid state to gas state takes place inside the liquid also. അതുവരെ എവിടെന്നാ പോകുന്നത്? അതുവരെ പോകുന്നത് എവിടെ നിന്നാണ്? സർഫസിൽ നിന്നാണ്. എപ്പോഴാണ് ഈ രണ്ട് പ്രഷർ ഈക്വൽ ആകുന്നത്? അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. ലിക്വിഡിന്റെ പല ഭാഗത്ത് ബബിൾ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. ബബിൾ എന്താണ്? ബബിൾ ഗ്യാസ് ആണ്. അപ്പൊ ലിക്വിഡിന്റെ ഉൾഭാഗത്ത് ഗ്യാസ് ഫോം ചെയ്താൽ നേരത്തെ അവിടെ ഗ്യാസ് കുടുങ്ങി കിടന്നിട്ടുണ്ടായതാ? അല്ല, ലിക്വിഡ് തന്നെ ഗ്യാസ് ആയിട്ട് മാറിയത്. ആ സമയം വരെ ആ പ്രോസസ് നടന്നത് എവിടെയെന്നറിയാം? എന്താ നമുക്ക് നേരത്തെ ഒരു ബബിൾ കാണാത്തത്? അത് സർഫസിൽ നിന്നാണ് ഗ്യാസ് ആയിട്ട് മാറിയത്. ആ ഗ്യാസ് നേരെ മുകളിലോട്ട് പോയി, പിന്നെ എങ്ങനെ കാണാനാ? അതേസമയം താഴെയുള്ള ലിക്വിഡ് നേരെ നോക്കണം. ഈ രണ്ട് പ്രഷർ ഈക്വൽ ആകുമ്പോൾ താഴെ നടുവിലൊക്കെ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ലിക്വിഡ് ഗ്യാസാ. ആ ഗ്യാസ് മോളിക്യൂൾസ് മുകളിലോട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോകും. ലിക്വിഡിന്റെ ഉള്ളിലേക്ക് ഗ്യാസ് പോകുമ്പോഴാണ് ബബിളായിട്ട് കാണുന്നത്. ഓക്കെ ഒന്ന് മനസ്സിലായോ? എന്താണപ്പോ? the vaporization will takes place all over the liquid. എല്ലാ ഭാഗത്തും ഈ പ്രോസസ്സ് നടക്കും. and this is called boiling. എന്നാണ് ഇതിന്റെ പേര്? ബോയിലിംഗ്. ഓക്കെ അല്ലേ? അപ്പൊ ബോയിലിംഗ് സംഭവിക്കുന്നത് എപ്പോഴാ? when the vapor pressure become equal to the external pressure. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തും ഈ പ്രോസസ്സ്, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സ് നടക്കും. അപ്പൊ നമ്മൾ പറയും ലിക്വിഡ് തിളക്കാൻ തുടങ്ങി, ബോയിലിംഗ് നടക്കാൻ തുടങ്ങി. പക്ഷെ എന്ത് ചെയ്യണം? ചൂടാക്കണം. ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ട് വരണം. ടെമ്പറേച്ചർ കൂട്ടിയിട്ട് ലിക്വിഡിന്റെ ടെമ്പറേച്ചർ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴാണ് ഈ രണ്ട് പ്രഷറുകൾ ഈക്വൽ ആകുന്നത്. ഒരു പ്രത്യേക ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴാണ്, അതായത് ബോയിലിംഗ് നടക്കുന്ന ഒരു പ്രത്യേക ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോഴാണ്. ആ ടെമ്പറേച്ചറിന്റെ പേരാണ് ബോയിലിംഗ് പോയിന്റ്.
എന്താണ് ബോയിലിംഗ് പോയിന്റ്? ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചറിന്റെ പ്രത്യേകത? ആ ടെമ്പറേച്ചറിലാണ് വേപ്പർ പ്രഷറും എക്സ്റ്റേണൽ പ്രഷറും ഈക്വൽ ആകുന്നത്. ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു ദി എക്സ്റ്റേണൽ പ്രഷർ. ഓക്കെ, അപ്പൊ എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം അത് മനസ്സിലാക്കി, എക്സ്റ്റേണൽ പ്രഷർ കുറവാണെന്ന് വിചാരിക്കാം. ഇതിന്റെ പുറത്തുള്ള പ്രഷർ വളരെ കുറവാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്താവും? വേപ്പർ പ്രഷർ പെട്ടെന്ന് എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആവും എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിളക്കും ലിക്വിഡ്. പെട്ടെന്ന് തിളക്കുമെന്ന് ലിക്വിഡ് പെട്ടെന്ന് തിളക്കുമെന്ന്. അതേസമയം എക്സ്റ്റേണൽ പ്രഷർ കൂടുതലാണെങ്കിലോ ആ പ്രഷറിലേക്ക് എത്തും വരെ വേപ്പർ പ്രഷറിനെ കൂട്ടണം, നല്ലോണം ചൂടാക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പൊ എക്സ്റ്റേണൽ പ്രഷർ കുറവാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറവാണ്, എക്സ്റ്റേണൽ പ്രഷർ കൂടുതലാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഒരു ലിക്വിഡ് എപ്പോഴും ഒരേ ടെമ്പറേച്ചറിൽ തന്നെ തിളക്കണമെന്നില്ല. വെള്ളം എപ്പോഴും ഒരേ ടെമ്പറേച്ചറിൽ തിളക്കണമെന്നില്ല. അത് എക്സ്റ്റേണൽ പ്രഷർ എത്രയാണെന്ന് നോക്കിയിട്ടാണ്. ഓക്കെ അല്ലേ? ഇനി വെള്ളത്തിന്റെ കാര്യം നോക്കാം. എക്സ്റ്റേണൽ പ്രഷർ 1 atm ആണെങ്കിൽ, ഇത് വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് പോകും. എക്സ്റ്റേണൽ പ്രഷർ 1 atm ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടുത്തെ പ്രഷർ 1 atm ആകുമ്പോഴാണ് ഈ വെള്ളം തിളക്കുക. അങ്ങനെ എക്സ്റ്റേണൽ പ്രഷർ 1 atm ആകുമ്പോൾ വെള്ളം തിളക്കുന്ന ടെമ്പറേച്ചർ എത്രയെന്ന് അറിയാവോ? 100 ഡിഗ്രി സെൽഷ്യസ്. ഇതിന് പറഞ്ഞ പേരാണ് നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. So what is the normal boiling point of water? 100 degree Celsius. എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്റ്റേണൽ പ്രഷർ 1 atm ആകുമ്പോൾ വെള്ളം തിളക്കുന്ന ടെമ്പറേച്ചർ. അതേസമയം എക്സ്റ്റേണൽ പ്രഷർ 1 bar ആണെങ്കിൽ വെള്ളം തിളക്കുന്ന എത്രയെന്ന് അറിയാവോ? 99.6 ഡിഗ്രി സെൽഷ്യസ്. കാരണം എന്താ? 1 atm കുറവാണ് ഒരു ബാർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 atm കുറവാണ് ഒരു ബാർ. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷർ കുറച്ച് കുറവില്ലേ അല്ലേ? അപ്പൊ ഇതിനേക്കാൾ കുറച്ച് മുമ്പ് തന്നെ വെള്ളം തിളക്കാൻ തുടങ്ങും. 100ലേക്ക് എത്തണ്ട. അപ്പൊ വെള്ളം തിളക്കുന്നത് എത്രയാണ്? 99.6 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, and this is called standard boiling point of water. കണ്ട, വെള്ളം എക്സ്റ്റേണൽ പ്രഷർ 1 atm ആകുമ്പോൾ വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്. അതിനേക്കാൾ കുറച്ച് കുറവുള്ള ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു. അപ്പൊ എക്സ്റ്റേണൽ പ്രഷർ 1 bar ആണെങ്കിൽ തിളക്കുന്ന ടെമ്പറേച്ചർ 99.6 ഡിഗ്രി സെൽഷ്യസ്. This is the standard boiling point and this is the normal boiling point. ഇനി ഒരു ചെറിയ രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ടായിട്ട് നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്യാം. അതായത് സാധാരണ ഹിൽ സ്റ്റേഷനിൽ ഉയർന്ന പ്രദേശങ്ങളിൽ, ഇത് വലിയൊരു മലയാണെന്ന് വിചാരിക്കാം. ഈ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ATM പ്രഷർ കുറഞ്ഞുകൊണ്ട് വരും, പുറത്തെ പ്രഷർ കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, അപ്പോ ഒരാൾ ഇവിടെ നിന്ന് വെള്ളം തിളപ്പിച്ചു, അതേ ആൾ എവിടത്തേക്ക് എത്തിച്ച് ഇവിടെ നിന്ന് വെള്ളം തിളപ്പിച്ചു, ഇവിടെ നിന്ന് വെള്ളം തിളപ്പിച്ചു, ഇവിടെ നിന്ന് വെള്ളം തിളപ്പിച്ചു. എവിടെയാണ് വെള്ളം പെട്ടെന്ന് തിളക്കുക? വെള്ളം പെട്ടെന്ന് നടക്കുന്നത് ഇവിടെയാണ്. എന്തുകൊണ്ട്? ഇവിടെ പ്രഷർ വളരെ കുറവാണ്, അവിടെ പ്രഷർ വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ 1 atm ആണെന്ന് വിചാരിക്കാം, ഇവിടെ ഒരു 0.3 atm ആണെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഇവിടെ വെള്ളം തിളക്കണമെങ്കിൽ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ 1 atm ഈക്വൽ ആവും. പക്ഷെ ഇവിടെ വെള്ളം തിളക്കണമെങ്കിൽ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ 0.3 atm ഈക്വൽ ആയാൽ മതി. 1 atm ഈക്വൽ ആവണ്ട, 0.3 atm ഈക്വൽ ആയാൽ മതി, പെട്ടെന്ന് ഈക്വൽ ആവും. അപ്പൊ വെള്ളം തിളക്കാൻ തുടങ്ങും. പക്ഷെ പ്രശ്നം എന്താ അറിയാം? ഇവിടെ തിളക്കുന്ന വെള്ളത്തിൽ കൈയിടാം, ഒരു കുഴപ്പമില്ല, ചെറിയ ചൂടുണ്ടാവും. അതെന്തേ? ഇവിടെ തിളക്കുന്ന വെള്ളത്തിൽ കൈയിടാണ്, ചൂട് തിളക്കുന്ന വെള്ളത്തിൽ കൈയിടാം, ചൂടുണ്ടാവില്ല. എന്തേ നമ്മൾ നോക്കണത്? അവിടെയാണ് അറിയേണ്ടത്. നമ്മളുണ്ടല്ലോ ഒരു ലിക്വിഡിനെ ചൂടാക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവനും വെള്ളത്തിന് വരും.
പിന്നെ നിങ്ങൾ എത്ര ചൂട് കൊടുത്താലും ആ ചൂട് വെള്ളത്തിന് കിട്ടൂല. പിന്നെ അവിടെ പോകുന്നറിയോ, ആ കൊടുക്കുന്ന ചൂട് മുഴുവനും വേപ്പറിന് കിട്ടും. ഒരു ലിക്വിഡ് തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഒന്നും വെള്ളത്തിന് കിട്ടൂല. തിളക്കുന്നത് വരെ കൊടുക്കുന്ന ചൂട് മുഴുവൻ വെള്ളത്തിലുണ്ടാവും. അത് കഴിഞ്ഞാൽ കൊടുക്കുന്ന ചൂട് മുഴുവനും ആർക്കാ ഉണ്ടാവുക? സ്റ്റീമിനാ ഉണ്ടാവുക. അതായത് വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു. ഈ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ മുന്ന് ചൂടായി പോകാണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കുന്ന ചൂട് മുഴുവൻ ആർക്ക് പോകുന്നത്? സ്റ്റീമിന് പോകും. അതാണ് പറഞ്ഞത്, സ്റ്റീമിന് ചൂട് കൂടുതലായിരിക്കും, വെള്ളത്തിന് ചൂട് കുറവായി. ഏത് തിളക്കുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ ചൂടാക്കേണ്ട സ്റ്റീമിനുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റീം കൊണ്ടുള്ള പൊള്ളല് ചൂടുവെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ കുറച്ച് ഡേഞ്ചർ ആവുന്നത്. ഓക്കെ, സ്റ്റീമിലെല്ലാം ഫുഡ് കുക്ക് ചെയ്യാൻ ഈസിയാണ്, കാരണം അവിടെ എന്താണ്, ചൂട് കൂടുതലാണ്. അപ്പൊ ഇനി എന്താണ് കുഴപ്പം അറിയാം? ഈ വെള്ളം 33 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചാലുള്ള കുഴപ്പം എന്താ? ഫോർ എക്സാമ്പിൾ, വെള്ളം 33 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ച അർത്ഥം എന്താ? 33 ഡിഗ്രി സെൽഷ്യസ് വരെ കൊടുത്ത ചൂടേ വെള്ളത്തിൽ ഉണ്ടാവുള്ളൂ. 33 ഡിഗ്രി സെൽഷ്യസ് വരെ കൊടുക്കുന്ന ചൂടും 100 ഡിഗ്രി സെൽഷ്യസ് വരെ കൊടുക്കുന്ന ചൂട് ഒരുപോലെയാണോ? അല്ല. ഇപ്പൊ 33 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളച്ചാൽ ആ വെള്ളത്തിൽ കുറച്ച് ചൂടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ വെള്ളത്തിൽ കൈയിടാം, കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമൊന്നും അറിയാതെ ആ വെള്ളത്തിൽ നിങ്ങൾക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റൂല. ഫുഡ് എപ്പോഴാണ് കുക്കാവുന്നത്? ഈ ഫുഡ് സാധനം വെള്ളത്തിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് അത് കുക്കാവുന്നത്. വെള്ളം നേരത്തെ തിളച്ചാൽ ആ വെള്ളത്തിൽ ഹീറ്റ് ഉണ്ടോ? ഹീറ്റ് കുറവാണ്. അപ്പൊ ഹിൽ സ്റ്റേഷനിൽ ഫുഡ് കുക്കിംഗ് പ്രയാസമാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, വേറൊരു ആപ്ലിക്കേഷൻ. ഹോസ്പിറ്റലുകളിലെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്ന അറിയാവോ? അവിടെ ഈ ഓട്ടോക്ലേവിൽ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് കൂട്ടും. ആ ഓട്ടോക്ലേവിന്റെ ഉള്ളിൽ തിളക്കുന്ന ബോയിലിംഗ് പോയിന്റിന്റെ അളവ് കൂട്ടും. സാധാരണ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്ന വെള്ളം അവിടെ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കൂല, 120 125 തിളക്കും. അതിന് വേണ്ടിയിട്ട് ATM പ്രഷറിന് മാറ്റം വരുത്തും. എക്സ്റ്റേണൽ പ്രഷർ കൂട്ടിയിട്ട് ബോയിലിംഗ് പോയിന്റ് കൂട്ടും. ബോയിലിംഗ് പോയിന്റ് കൂട്ടിയാൽ എന്തായി? 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്ന വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്നില്ല, 125 തിളക്കുന്നത്. അപ്പൊ എന്താവും? 125 ഡിഗ്രി സെൽഷ്യസ് വരെ കൊടുക്കുന്ന ചൂടെല്ലാം വെള്ളത്തിനുണ്ടാവും. സാധാരണ 100 തിളക്കാൻ തുടങ്ങിയാൽ പിന്നെ ചൂടാക്കി കിട്ടൂല, വെള്ളത്തിന് കിട്ടൂലല്ലോ. 101 തിളച്ചാലോ കുറച്ചുകൂടി ചൂട് കിട്ടും വെള്ളത്തിന്. 102 തിളച്ചാലോ കുറച്ചുകൂടി ചൂട് കിട്ടും. 120 തിളച്ചാലോ നല്ലോണം ചൂടാ വെള്ളത്തിനുണ്ടാകും. ആ വെള്ളത്തിന് ഈ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അണുവിമുക്തമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ അല്ലേ? So these are the applications of a boiling point. ഒന്ന് നോക്കി നന്നായിട്ട് മനസ്സിലാക്കി.